17 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയതിന് 35 വർഷത്തെ തടവ് ശിക്ഷയായിരുന്നു റൊണാൾഡ് എന്ന ചെറുപ്പക്കാരന് ലഭിച്ചത്. എന്നാൽ 14 വർഷത്തെ തടവ് കഴിഞ്ഞപ്പോൾ റൊണാൾഡ് പരോളിൽ ഇറങ്ങുവാനുള്ള സമയമായി. പരോളിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഗവൺമെൻറ്റിൻ്റെ ഒരു കത്ത് അവൻ കൊലപ്പെടുത്തിയ ആ 17കാരിയുടെ അമ്മയ്ക്ക് ലഭിച്ചു. ആ കത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരുന്നത്: നിയമാനുസരണമായി റൊണാൾഡിനെ പരോളിൽ വിടുവാനുള്ള സമയമായി. ഇക്കാര്യം സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുക. ഈ കത്ത് ലഭിച്ചപ്പോൾ ആ അമ്മ പൊട്ടിത്തെറിച്ചു. ആ റൊണാൾഡിനെ ഒരിക്കലും പുറത്തു വിടരുത് എന്നാണ് ഞാൻ പറയുന്നത്. റൊണാൾഡിനെ പരോളിൽ വിടുക എന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. എൻ്റെ ഓമനപുത്രിയെ കൊലപ്പെടുത്തിയ ആ കശ്മലൻ ജയിലിൽ തന്നെ കിടന്ന് നരകയാതന അനുഭവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. റൊണാൾഡിനെ ജയിലിൽ അടച്ച ശേഷം 3 വർഷം കഴിഞ്ഞപ്പോൾ അയാളെ പരോളിൽ വിടുന്നതിന് തടസ്സമുണ്ടോ എന്ന് ഗവൺമെൻറ് അന്വേഷിച്ചു വന്നപ്പോഴാണ് അത്. അന്ന് അവൾ ശക്തിയായി അതിനെ എതിർത്തു. പിന്നീട് 2 തവണകൾ കൂടി ഗവൺമെൻറ്റിൽ നിന്ന് അവൾക്ക് കത്ത് ലഭിച്ചു. അപ്പോഴൊക്കെ അവൾ എതിർത്തു. റൊണാൾഡ് ഒരിക്കലും പരോളിൽ ഇറങ്ങിയില്ല. എന്നാൽ ഇപ്പോൾ 14 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം നിയമമനുസരിച്ച് തനിക്ക് പരോളിലിറങ്ങാം. ആരെതിർത്താലും അതുകൊണ്ട് ഫലമുണ്ടാകില്ല. ഇത് അറിയാവുന്നതുകൊണ്ട് ആ വർഷം ഗവൺമെൻറ്റിൻ്റെ കത്തിന് ആ അമ്മ മറുപടി നൽകിയുമില്ല. അവൾ തൻ്റെ മനസ്സിൽ നിന്നും റൊണാൾഡിൻ്റെ ചിത്രം എന്നേക്കും മാഞ്ഞു പോകുവാൻ വേണ്ടി അവൾ ശ്രമിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും തൻ്റെ മകളെ കൊല ചെയ്ത അവനെ മനസ്സിൽ നിന്നും മാറ്റുവാൻ, അവനോടുള്ള ദേഷ്യം തൻ്റെ ഹൃദയത്തിൽ നിന്നും മാറ്റുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഓരോ ദിവസം കഴിയുന്തോറും അയാളോടുള്ള രോക്ഷവും പകയും ഏറി വന്നതേയുള്ളൂ. ഇതിനിടയിൽ റൊണാൾഡ് ജയിലിൽ നിന്ന് ആ അമ്മയ്ക്ക് ഒരു കത്തെഴുതി. അങ്ങനെ ചില നാളുകൾക്ക് ശേഷം തൻ്റെ ഒരു സുഹൃത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരിക്കൽ ആ അമ്മ അവനെ കാണാൻ ജയിലിലെത്തി. റൊണാൾഡിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ പോലും അവൾ തുനിഞ്ഞില്ല. വളരെ സംഘർഷം നിറഞ്ഞ ആ ഒരു നിമിഷം ആദ്യം മൗനമായി അവൾ അവൻ്റെ മുമ്പിൽ നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ആ അമ്മ ചോദിച്ചു, അന്ന് രാത്രി എന്താണ് സംഭവിച്ചത്? ആവശ്യമില്ലാതെ നടന്ന ഒരു കഥയായിരുന്നു. നിങ്ങളുടെ മകളും സുഹൃത്തുക്കളും അവിടെ നിൽക്കുമ്പോൾ അവിടെ വന്ന ആരോ ഒരാൾ അവരോട് പണം ആവശ്യപ്പെട്ടു. അവരുടെ കയ്യിൽ പണമില്ലായിരുന്നു. ഇത് കേട്ട് ആ വ്യക്തി അവരെ ഉപദ്രവിക്കുന്നത് കണ്ടു. നിങ്ങളുടെ മകളെയും അവർ പൊതിരെ തല്ലി. ഇത് കണ്ടാണ് ഞാനവരെ വെടിവെച്ചത്. പക്ഷെ വെടിയേറ്റത് നിങ്ങളുടെ മകൾക്കായിരുന്നു. വൈകാതെ അവൾ മരിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ നിറകണ്ണുകളോടെ അവളുടെ അമ്മ റൊണാൾഡിനോട് പറഞ്ഞു, നീ എന്നോട് ക്ഷമിക്കണം. അവൾ എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നോട് ക്ഷമിക്കാം. തൻ്റെ ഓമന മകളെ കൊല ചെയ്ത ആളോട് ക്ഷമിക്കുന്നതിനെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കുന്ന ഒന്നല്ലായിരുന്നു. എന്നാൽ അവനോട് ക്ഷമിച്ചാൽ മാത്രമേ തൻ്റെ മനസ്സിന് ആശ്വാസം ലഭിക്കുകയുള്ളൂ എന്ന് ആ അമ്മയ്ക്ക് മനസ്സിലായി. അങ്ങനെയാണ് ആ ജയിലിൽ തൻ്റെ മകളുടെ കൊലപാതകനെ കാണുവാൻ അമ്മയെത്തിയത്. ആ കൂടിക്കാഴ്ച അവരുടെ 2 പേരുടെയും ജീവിതത്തെ മാറ്റിമറിച്ചു. ക്ഷമിക്കുന്നതുകൊണ്ടും ക്ഷമിക്കപ്പെട്ടതുകൊണ്ടും അവർക്ക് ആശ്വാസവും പുതുജീവനും ലഭിക്കുകയുണ്ടായി. നമ്മോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുമോ? എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടെത്തുന്ന ആശ്വാസവും മനസ്സമാധാനവും വളരെ വലുതായിരിക്കും. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988221957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.